വെൽക്കം ടു ദി മലയാളം ബൈബിൾ ക്വിസ്. വെളിപ്പാട് പുസ്തകം അധ്യായം 2. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം എന്ന് യേശു പറയുന്ന സ്ഥലം ഏതാണ്? എ എഫെസോസ്, ബി പെർഗമോസ്, സി സ്മുർണ, ഡി ലവോദിക്യ. ഉത്തരം സി സ്മുർണ. വെളിപ്പാട് പുസ്തകം 2:9. ചോദ്യം 2. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദാസന്മാരെ തെറ്റിച്ച് കളഞ്ഞ സ്ത്രീ ആരാണ്? എ മഹ്ദിയ ബാബിലോൺ, ബി ദെബോറ, സി തബീത, ഡി ഇസബൽ. ഉത്തരം ഡി ഇസബൽ. വെളിപ്പാട് 2:20. ചോദ്യം 3. നിക്കോലാവ്യരുടെ നടപ്പ് പാലിക്കുന്ന സഭ ഏതാണ്? എ എഫെസോസ്, ബി സ്മുർണ, സി പെർഗമോസ്, ഡി സർദീസ്. ഉത്തരം എ എഫെസോസ്. വെളിപ്പാട് പുസ്തകം 2:6. നാലാമത്തെ ക്വസ്റ്റ്യൻ, ജീവവൃക്ഷം എവിടെയാണ് ഉള്ളത്? ഓപ്ഷൻ എ ബെത്ലഹേം, ഓപ്ഷൻ ബി യെരുശലേം, ഓപ്ഷൻ സി പർദീസ, ഓപ്ഷൻ ഡി യഹൂദ. ഓപ്ഷൻ സി പർദീസ. വെളിപ്പാട് പുസ്തകം 2:7. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആരെയാണ് പിശാച് തടവിലാക്കാൻ പോകുന്നത്? എ സ്മുർണ സഭയിലുള്ള ചിലരെ, ബി എഫെസോസ് സഭയിലുള്ള ചിലരെ, സി തുയത്തൈര സഭയിലുള്ള ചിലരെ, ഡി സർദീസിലെ സഭയിലുള്ള ചിലരെ. ഉത്തരം എ സ്മുർണ സഭയിലുള്ള ചിലരെ. വെളിപ്പാട് പുസ്തകം 2:10. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബാലാക്കിന് എന്ത് ഉപദേശമാണ് ബിലെയാം കൊടുത്തത്? എ അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ, ബി അവരെ ശപിക്കാൻ, സി പുരോഗതി തടയാൻ, ഡി അനുഗ്രഹിക്കാൻ. ഉത്തരം എ അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ. വെളിപ്പാട് പുസ്തകം 2:14. ചോദ്യം 7. ബിലെയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ഏത് സഭയാണ് ഉള്ളത്? എ പെർഗമോസ്, ബി ലവോദിക്യ, സി സ്മുർണ, ഡി തുയത്തൈര. ഉത്തരം എ പെർഗമോസ്. വെളിപ്പാട് പുസ്തകം 2:14. ചോദ്യം 8. മരണപര്യന്തം വിശ്വസ്തരായിരുന്ന ലഭിക്കുമെന്ന് സ്മുർണ സഭയോട് വാഗ്ദത്തം ചെയ്ത പ്രതിഫലം എന്താണ്? ഓപ്ഷൻ എ ജീവവൃക്ഷത്തിൻ്റെ ഫലം, ഓപ്ഷൻ ബി ജീവകിരീടം, ഓപ്ഷൻ സി പുതിയ പേര്, ഓപ്ഷൻ ഡി ജീവൻ്റെ അപ്പം. ഉത്തരം ബി ജീവകിരീടം. വെളിപ്പാട് പുസ്തകം 2:10. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, എഫെസോസ് സഭയോട് കുറ്റമായി യേശു ചൂണ്ടിക്കാട്ടിയത് എന്താണ്? ഓപ്ഷൻ എ അതിഥികളെ സൽക്കരിച്ചില്ല, ഓപ്ഷൻ ബി ബിലെയാമിൻ്റെ ഉപദേശം സ്വീകരിച്ചു, ഓപ്ഷൻ സി ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ഓപ്ഷൻ ഡി ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഉത്തരം സി ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. വെളിപ്പാട് പുസ്തകം 2:4. പത്താമത്തെ ക്വസ്റ്റ്യൻ, എഫെസോസിലെ സഭയ്ക്ക് യേശു എങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തിയത്? എ നിലവിളക്കുകളുടെ നടുവിൽ, ബി ആദ്യനും അന്ത്യനുമായവൻ, സി ഇരുവായ തലവാൾ, ഡി അഗ്നിജ്വാലിക്കൊത്ത കണ്ണ്. ഓപ്ഷൻ എ നിലവിളക്കുകളുടെ നടുവിൽ. വെളിപ്പാട് പുസ്തകം 2:1.